ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരം ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിന്ന് പൊട്ടാറ്റോ ചീസ് ബോൾസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഒന്ന് കഴുകിയെടുത്ത് കഷ്ണങ്ങളാക്കി ഒരു കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് അല്പം ഉപ്പ് ഇട്ടിട്ട് 3 വിസിലിന് വേവിച്ചെടുത്തതാണിത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 കപ്പിൽ കോൺഫ്ലോർ പൊടി, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് കുഴച്ചെടുക്കുന്നത് പോലെ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നല്ല പഴുത്തതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വല്ലാതെ സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ കൂടുതൽ പൊടി എടുക്കേണ്ടതായിട്ട് വരും. ഇതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണിൽ ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു മാവായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് ചീസ് വേണം. അപ്പം ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ബ്ലോക്ക് ചീസാണ് എടുത്തിട്ടുള്ളത്. ഈ ചീസ് ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. പൊട്ടാറ്റോ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രെഡ് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ആദ്യം കുറച്ച് ഉരുളക്കിഴങ്ങ് ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ട് കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു പീസിൽ നമുക്ക് ചീസ് വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ബോൾ ഷേപ്പ് ആക്കി എടുക്കാം. ഇനി ഇത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിക്കുന്നതിനെക്കാട്ടി നല്ലത് ആ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം പൊടിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിതുപോലെ പൊട്ടാറ്റോ ബോൾസ് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പം നമുക്ക് ഉള്ളിലത്തെ ചീസൊക്കെ ഒന്ന് ഉരുകി കിട്ടണമെങ്കിൽ കുറച്ച് നേരം എണ്ണയിൽ കിടക്കണം. പക്ഷെ നമ്മൾ വലിയ തീയിൽ പൊരിച്ചിട്ടുണ്ടെങ്കിൽ പുറമേ ഭാഗമൊക്കെ പെട്ടെന്ന് പൊരിഞ്ഞിട്ട് ഉള്ളു വേവാതായി പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ പൊരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ ചീസ് ബോൾ ഇവിടെ നല്ലൊരു കളറായിട്ടൊക്കെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ചീസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായയുടെ കൂടെ നല്ല സോസും കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുത്താൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.